ഫ്രണ്ട്സ്, വെൽക്കം ടു Khadeejas റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മുട്ട, വനില എസൻസ്, ഓയിൽ, വൈറ്റ് ചോക്ലേറ്റ്, വിപ്പിംഗ് ക്രീം, ഇത്രയുമാണ് വേണ്ടത്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് ഒരു കപ്പ് മൈദ അരിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒന്ന് നന്നായിട്ട് പൊടിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറൊക്കെ ബേക്കിംഗ് സോഡയും യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം. അതിനായി മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനായി 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 4 മുട്ട, 1 ടീസ്പൂൺ വനില എസൻസ്, 1/4 കപ്പ് ഓയിൽ, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 4 മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് മുട്ട അടിച്ചെടുക്കാം. അതിനായിട്ട് മുട്ടയുടെ വെള്ള ആദ്യം തന്നെ പഞ്ചസാരയും കൂട്ടിയിട്ട് അടിച്ചെടുക്കാം. കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ ഇടണേ, അല്ലെങ്കിൽ തെറിച്ച് പോവും. നന്നായിട്ട് അടിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ടയുടെ വെള്ള പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ എസൻസ്, വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി മുട്ടയുടെ മഞ്ഞ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഓയിൽ, 1/4 കപ്പ് ഓയിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ, ആ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, മൈദപ്പൊടി അരിച്ചു വെച്ചില്ലേ, അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് മിക്സ് ചെയ്യണേ, അല്ലെങ്കിൽ അത് തെറിച്ചു പോവും. അപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കുന്ന പാനിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി തേച്ച് കൊടുക്കുക. അല്പം മൈദപ്പൊടി തേച്ചാൽ മതി. അത് കേക്ക് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ഓവനിലല്ല ഉണ്ടാക്കുന്നത്, ഞാൻ പാനിലാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്മിലായിരിക്കണം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കേണ്ടത്. പാൻ ആദ്യം ചൂടാക്കി വെക്കുക. നന്നായി ഒന്ന് തട്ടി കൊടുക്കണം.
ഇനി നമുക്ക് പാനിലേക്ക് വയ്ക്കാം. നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. തീ ചുരുക്കിയിടണം, ഏറ്റവും സ്ലോയിലിട്ടാൽ മതി. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തു നിന്ന് ഇറക്കി നമുക്ക് കേക്ക് ചൂടാറാൻ വെക്കാം. ഈ കേക്ക് നമുക്ക് നല്ലതായിട്ട് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കാം. ആദ്യം വിപ്പിംഗ് ക്രീം അടിക്കാം. അതിന് ഞാനിവിടെ വിപ്പിംഗ് ക്രീമിന് ഞാൻ ക്രീമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ പൊടിന് മേടിച്ചേക്കണത്. അതുകൊണ്ട് പൊടിയിൽ 1 കപ്പ് പാല് ചേർത്തിട്ട് വേണം അടിക്കാൻ. പൊടി എടുത്തേക്കണ കാരണം പാലും കൂടി ചേർത്തിട്ട് വേണം അടിക്കാൻ. ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് തിക്കാവണ വരെയും ബീറ്റ് ചെയ്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ഇട്ട് അടിച്ചെടുക്കണേ, അല്ലെങ്കിൽ തെറിച്ച് പോവും. നന്നായിട്ട് തിക്കാവണ വരെ അടിച്ചു കൊടുക്കുക. ബീറ്റ് ചെയ്യുക. ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ കേക്ക് തണുത്ത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ എടുക്കണവരെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാം. മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടീസ്പൂണ് ക്രീം എടുത്ത് ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ഈ വിപ്പിംഗ് ക്രീം വെച്ചുള്ള പാത്രം വെച്ചിട്ട് നമുക്ക് നമ്മൾ ചോക്ലേറ്റ് അതിലേക്ക് ഇട്ടിട്ട് മെൽറ്റ് ആവുന്നത് വരെയും ഇളക്കി കൊടുക്കുക. മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെക്കണേ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2ആയി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ലായനി തേച്ചെടുക്കാം. പഞ്ചസാര ലായനി ഞാൻ ഉണ്ടാക്കിയത് 3 ടീസ്പൂൺ പഞ്ചസാരയും 4 ടീസ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്താൽ മതി. ഇനി വിപ്പിംഗ് ക്രീം, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം തേച്ചെടുക്കുക.
ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിൻ്റെ മേലേക്ക് ഇട്ടെടുക്കണം. ഇനി കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ, അത് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് അത് ഇതിൻ്റെ മേലേക്ക് ഇട്ടെടുക്കാം. കുറച്ച് ക്രീം വെച്ചെടുക്കാം. ഇനി അടുത്ത മുകളിലേക്ക് വെക്കാം. അവിടെ അത് പഞ്ചസാര ലായനി തേച്ച് കൊടുക്കാം. ഇത് എൻ്റെ ചെറിയൊരു 3.5 വയസ്സായ കുഞ്ഞുണ്ട്, അത് അവൻ പറിച്ചുകൊണ്ട് ഇതാണ് കേക്ക് വന്ന്. ഇനി വിപ്പിംഗ് ക്രീം നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സൈഡിലൊക്കെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തില്ലേ, ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതുകൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, ചോക്ലേറ്റിൻ്റെ പൊടി അതൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം.